ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് കിച്ചണിൽ അധികം പണികളൊന്നുമില്ലാത്ത മോർണിംഗ് ആണ്. അതുകൊണ്ട് അലാറം സ്നൂസ് ചെയ്ത് 4:30 അലാറം 5 മണിയായപ്പോഴാണ് എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്നിരിക്കുന്നത്. അലാറം അടിച്ചതിന് ശേഷമുള്ള ഒരു 5 to 10 മിനിറ്റ്സ് കിട്ടുന്ന ഉറക്കം, അതാണ് മക്കളെ ഉറക്കം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് കറിയായിട്ട് ബീട്രൂട്ടും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കാനാണ്. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ചോപ്പറിലാണ് ഇതൊക്കെ കട്ട് ചെയ്യാറ്. ഈ ടൈപ്പ് ചോപ്പർ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയുന്നത്. ഇത് നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി ഇപ്പോൾ ക്യാരറ്റും ഞാൻ എടുത്തേക്കുന്ന എല്ലാ പീസുകളും ഒരുമിച്ച് വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് തോന്നിയ പെട്ടെന്ന് പണി കഴിയും. ബട്ട് എനിക്ക് തോന്നിയ ഒരു ഡിഫോൾട്ട് എന്ന് പറയുന്നത് എല്ലാവരും ഒരേപോലെ നമ്മൾ എത്ര എടുത്താലും ഒരു 1 or 2 പീസസ് ഉണ്ടാവും അതിൽ വലിയ പീസുകളായിട്ട് കിടക്കുന്നത്. വേറെ ഇപ്പോൾ നമുക്ക് കുറേ സാധനങ്ങളുള്ള ഇതുപോലെ കുറേ ആയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചീര ക്യാബേജൊക്കെ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ കുറേ ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് യൂസ്ഫുള്ളാണ്. പക്ഷേ എന്നാലും ഉണ്ടാവും 1-2 പീസുകൾ ഇങ്ങനെ ചോപ്പ് ചെയ്യാതെ കിടക്കുന്നുണ്ടാകും. സ്ട്രിങ് ടൈപ്പുള്ള ചോപ്പർ ഞാൻ കുറേ മാറി യൂസ് ചെയ്യുന്നു. ഒരു മാസം ഒരു ഹാർഡ്ലി 1 മന്ത് നിൽക്കുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ അത് സ്റ്റക്കാവും, അല്ലെങ്കിൽ അതിൻ്റെ വള്ളി പൊട്ടിപ്പോവും. അങ്ങനെയായിരുന്നു. പിന്നെ അതിൽ നമുക്ക് കുറേ ക്വാണ്ടിറ്റി ഇടാൻ പറ്റില്ല, കുറച്ച് ക്വാണ്ടിറ്റി ഇടാം. ഉള്ളി സബോളയൊക്കെ അങ്ങനെയൊക്കെ ചോപ്പ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അതിലെല്ലാവരും ഒരേപോലെ ഓൾമോസ്റ്റ് ഒരുപോലെ നമുക്ക് ചോപ്പായി കിട്ടുമായിരുന്നു. ഉപ്പേരിയുടെ പണിയാണ് ഞാൻ ഫസ്റ്റ് നോക്കുന്നത്. അത് അവിടെ കിടന്ന് വെന്തോളില്ല. പിന്നെ ബ്രെഡിൻ്റെ സ്നാക്സ് ആകുമ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണ മെൽറ്റായി കിട്ടുന്ന ലക്ഷണമൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ ഓയിൽ തന്നെ ഒഴിച്ചിട്ട്, പിന്നെ ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓയിൽ ഒഴിച്ചിട്ട് തന്നെ ഞാൻ കടുക് പൊട്ടിച്ച് സബോള ഇട്ട് ഉപ്പേരിക്കുള്ള ഇത് നോക്കാണ്. യൂഷ്വലി ഞാൻ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാനുള്ളതൊക്കെ ഉപ്പേരിക്കോ അങ്ങനെ എന്തിനുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ തലേദിവസം തന്നെ ചോപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഉണ്ടാക്കാൻ മതിയല്ലോ. പക്ഷേ ഞാൻ ഇന്ന് ചോപ്പ് ചെയ്തില്ല, വെറുതെ വെള്ളത്തിലിട്ടുള്ളൂ. കാരണം വേറെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ അങ്ങനെ കറികളൊന്നും വെക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ വെള്ളത്തിലിട്ടിട്ട് കിടന്നു. രാവിലെ എഴുന്നേറ്റിട്ടാണ് ഇപ്പോൾ ചോപ്പ് ചെയ്തെടുത്തത്. ഉപ്പേരിയിലേക്ക് ആവശ്യമായ തേങ്ങയും ഞാൻ ഇതിൽ ചോപ്പറിൽ തന്നെ ഇത് ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചോപ്പറിൽ തന്നെ കുറച്ച് ചോപ്പ് ചെയ്തെടുത്തു. യൂഷ്വലി ഞാൻ മിക്സിൻ്റെ കുഞ്ഞി ഗ്രൈൻഡ് ചെയ്യുന്ന മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ചെയ്യാറ്. ഞാനിന്നിപ്പോൾ ഓൾറെഡി ചോപ്പർ എടുത്ത് ഇത് ക്യാരറ്റൊക്കെ ചോപ്പ് ചെയ്തതിലെന്ന് വെച്ചാൽ ഞാൻ അതിൽ തന്നെ തേങ്ങയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കാം. ഇതിപ്പോൾ ഓൾറെഡി 6 o'clock ആയിട്ടോ. ടൈമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ലോലി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിപ്പോൾ 6 മണിയായി, പിള്ളേരെ വിളിക്കാറായി. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു. അതുപോലെ ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തു. ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ ടൊമാറ്റോ, കോൺ ഉണ്ടായിരുന്നു. ടൊമാറ്റോ ആഡ് ചെയ്ത് തോന്നുന്നു. പിന്നെ കോൺ കുറച്ച് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച കോൺ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ അതിലേക്കായിട്ട് ഒരു സോസ് ഉണ്ടാക്കി. ക്രീം ചീസും മൈനസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സോസ് മാതിരി ഉണ്ടാക്കി. ഇത് ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ വീഡിയോയിൽ കണ്ടത്. ഞാൻ വീഡിയോയിൽ കണ്ടതിനേക്കാളും കുറച്ച് ഒന്ന് ചേഞ്ച് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോർമൽ ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യും. ഞാനതൊന്ന് ഇതുപോലെ ഇതിൽ കാണുന്നത് പോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3 or 4 slices ഓഫ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. 2 മുട്ട ഞാൻ എടുത്തിട്ട് ബീറ്റ് ചെയ്ത് അതിലേക്ക് കുറച്ച് 2-3 സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട്, വേറെ ഒന്നുമില്ല, അത് മാത്രം ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട് പാൽ ചൂടാക്കി എടുത്തതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പറ്റുമില്ല. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പാലിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഹോർലിക്സ് ആഡ് ചെയ്തു. ആ പാലാണ് ഞാൻ മുട്ടയിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു വെറൈറ്റി ആയിക്കോളും, കുഴപ്പമില്ല. ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസം ഉണ്ടായി കാണില്ല. കാരണം ഒരു 2-3 സ്പൂൺ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല അതിൽ അങ്ങനെ ഹോർലിക്സ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ പിള്ളേർക്ക് അങ്ങനെ ഹോർലിക്സ് അങ്ങനെ വേറെ ഒന്നും പ്ലെയിൻ പാലായിട്ട്, പഞ്ചസാര ഇല്ല, പ്ലെയിൻ പാലായിട്ടാണ് കൊടുക്കാറ്. ഇന്നിപ്പോൾ അങ്ങനെ കടയിൽ പോയപ്പോൾ ഒരെണ്ണം ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ഇനി പാൻ വെച്ചിട്ട് ബട്ടറൊന്ന് ജസ്റ്റ് തൂക്കി കൊടുക്കാം. എന്നിട്ട് ഈ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് സ്ലൈസസ് കുറച്ച് ഗ്യാപ്പിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പിട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾ മിക്കവാറും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഇതുപോലത്തെ ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഞാൻ വിചാരിച്ചത് ഇത് കണ്ടപ്പോൾ ഞാൻ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളതിലായിരുന്നു ഞാനത് ലാസ്റ്റ് പണിയായിട്ട് എടുത്ത് വെച്ചത്. പക്ഷേ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അത്ര ഈസി അല്ലാന്ന് മനസ്സിലായി. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരുന്ന മുട്ട കുറേശ്ശെ ആയിട്ട് അതിൻ്റെ ഒരു ഗ്യാപ്പിൽ നമ്മൾ വെക്കുമ്പോൾ അത്ര അടുപ്പിച്ചല്ല സ്ലൈസസ് വയ്ക്കുക, കുറച്ച് ഗ്യാപ്പിട്ട് വയ്ക്കുക. എന്നിട്ട് ആ ഗ്യാപ്പിൽ നമ്മൾ മുട്ട കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് വെന്ത് സെറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന സോസ് ഇട്ട് കൊടുക്കുക. സോസ് എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട വീഡിയോയിൽ സോസ് ഈ ടൊമാറ്റോ കെച്ചപ്പും മാത്രമായിട്ട് യൂസ് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് മയോണൈസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വെജിറ്റബിൾസ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെയായിരുന്നു വെച്ചിരുന്നത് കൂടെ. ഞാൻ കുറച്ച് മുമ്പ് കണ്ടിരുന്ന വീഡിയോ ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ സോസ് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെജിറ്റബിൾസ് അതിലുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ ഞാൻ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചീസ് സ്ലൈസസ് ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി അത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുന്നിടത്താണ് എനിക്ക് കുറച്ച് പണിയായിട്ട് തോന്നിയത്. ആദ്യമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ഞാൻ വേഗം ഉണ്ടാക്കാന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ അത്ര പെട്ടെന്ന് കഴിഞ്ഞില്ല. കുറച്ച് ടൈം എടുത്തു. അത് ഓരോന്നായിട്ട് ചെയ്തിടണമല്ലോ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിരുന്നു. എന്നാലും കുഴപ്പമില്ല, സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് വേവാനായിട്ട് വെക്കുക. നമുക്കത് കഴിഞ്ഞിട്ട് പാനിൽ നിന്ന് എടുക്കാം. നെക്സ്റ്റ് വൺ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ കലക്കി വെച്ചിരുന്ന മുട്ടയും ബ്രെഡ് സ്ലൈസസും ഒരേ പാകത്തിനായിരുന്നു. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയിട്ട് മുട്ട
വറുത്തെടുക്കുകയാണ്. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ അവിടെ ചെന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ട വറുത്തെടുക്കുകയാണ്. മുട്ട വറുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ബ്രെഡ് മുട്ടയിൽ ഞാൻ ഇതിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് ബാക്കിയുണ്ടായിരുന്ന എല്ലാ വെജിറ്റബിൾസ് ആഡ് ചെയ്തു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ 2 ബ്രെഡ് വെറുതെ ഒന്ന് വെച്ചു. ഞാനതൊന്ന് മറിച്ചിട്ടു. അപ്പോഴേക്കും ഒരുതരം ടൈമായിട്ട് ഒരു 7 o'clock ഒക്കെ ആയി. ആക്ച്വലി 7 o'clock കിച്ചണിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞാലാണ് 7:30 ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ 7 o'clock ഒക്കെ കഴിഞ്ഞിട്ടോ. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന ബ്രെഡിൻ്റെ അവർക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ ചൂടാറി. അപ്പോൾ ഞാൻ അവരുടെ ടിഫിൻ ബോക്സിലേക്ക് ആക്കാണ്. അതിനൊപ്പം തന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ക്ലീനിങ്ങും പാത്രം കഴുകലും അങ്ങനത്തെ പരിപാടികളൊക്കെ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ അതും കഴിയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ പോയിട്ട് 12-12:15 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഞാനും ചെറിയ ആളും വീട്ടിലെത്തി എന്നിട്ടുള്ള വീഡിയോസാണ്. അവളാണ് പാല് ഞങ്ങൾ വരുമ്പോൾ പാല് താഴെ നിന്ന് എടുത്തിട്ട് വരും. അവളാണ് എന്നിട്ട് പിന്നെ പാല് ചൂടാക്കുക. ഞാനപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ചിക്കൻ തലേദിവസം തന്നെ ചിക്കൻ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് എയർ ഫ്രയറിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഞാനങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് ഒരു ഹാഫ് വേവ് ആകുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അവളിങ്ങനെ പാല് നോക്കി നിൽക്കും. ചിലപ്പോൾ അത് ഫുൾ തിളച്ച് പോകും. നിങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടി വിശേഷങ്ങൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. അതിനോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ യൂഷ്വലി ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് മൂത്താളും കൂടി സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് അവൾ വരുമ്പോൾ ഒരു 1:45-1:50 ഒക്കെ ആവും. 1:30 വരെയാണ് ക്ലാസ്. അത് കഴിഞ്ഞിട്ടാണ് അവൾ വരിക. അവളും കൂടി വന്നിട്ടാണ് ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കാറ്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് എന്തോ പെട്ടെന്ന് വിഷമം. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് മോളെ പോയി സ്കൂളിൽ നിന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 പേരും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ്. ചോറിന് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഉപ്പേരി, രാവിലെ ഉണ്ടാക്കിയ ക്യാരറ്റ് ഉപ്പേരി, പിന്നെ ചെറുപയറിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അതെടുത്ത് വെച്ചു. പിന്നെ കുറച്ച് അവൾക്ക് സാലഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് കാക്കടി കട്ട് ചെയ്തിട്ട് കാക്കടി ഉണ്ടായിരുന്നു. പിന്നെ ക്യാപ്സിക്കം 2 കളർ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അതും ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. എല്ലാവരും ഉച്ചക്കലത്തെ ചോറൊക്കെ കഴിച്ചു. എന്തായിരുന്നു സ്പെഷ്യൽ? അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദി ചാനൽ. ബൈ ബൈ.